വെൽക്കം ബാക്ക് ടു FC. ഇന്ന് നമ്മൾ വീണ്ടും തുടങ്ങിയേക്കുന്നു. ഇന്നലെ എനിക്ക് ഇടാൻ പറ്റില്ല, സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് 2-3 പാക്കും പിന്നെ കളിക്കും മാച്ചുകൾ. ഇന്ന് കുറച്ചും കൂടി കൂടുതൽ നേരമായിരിക്കും. ഇന്ന് സെക്കൻഡ് ഡേ ആണ്, പക്ഷേ ഞാൻ ഇത് തേർഡെന്നും പറയാം സെക്കൻഡെന്നും പറയാം. അപ്പോൾ നമുക്ക് നേരെ FCക്ക് പോകാം. കമോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നേരെ ഇവിടേക്ക് പോയപ്പോൾ കണ്ടോ, ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ ഇതും കൂടി ഉണ്ട്, അതും കൂടി തുറന്ന്. അപ്പോൾ നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നിന്ന് 96 തൊട്ട് 150 വരെയുള്ള പാക്ക് ഉണ്ട്. ആ പാക്കിൽ നിന്ന് നല്ലൊരു പ്ലെയർ കിട്ടുകയാണെങ്കിൽ എൻ്റെ ഇന്ന്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഭയങ്കര ലക്കുള്ളതെന്നാണ് പറയണത്. എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നലെയാണ് ഇവൻ എനിക്ക് 106 ചെറുക്കിനെയും എടുത്തന്നു, പിന്നെ വിത്തിനെയും എടുത്തന്നു. ഞാൻ അവരെ വിത്തിനേൻ്റെ വിങ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവൻ ഷാർട്ട്സ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു, ചെറുക്കിനെ എക്സ്ചേഞ്ച് ചെയ്തു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. പിന്നെ അവന് പൈസ കുറവിൻ്റെ, എൻ്റെ കയ്യിലുള്ള ചെറുക്കീൻ്റെ 1 ബില്യൻ്റെ ആണ്. അപ്പോൾ നമ്മളിതൊക്കെ ക്ലെയിം ചെയ്തിട്ട് ആ പാക്ക് തുറക്കും. അത് അവനായിരിക്കും തുറക്കാൻ പോണേ. നിൽക്ക്, നമ്മൾ ഇനി 2 കൂടി കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ട്. പെട്ടെന്നാവട്ടെ. അപ്പോൾ നമ്മൾ തുറക്കാൻ പോണ് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഇതാറാ തുറന്നോ. നിൽക്ക്, 3, 2, 1 തുറന്ന് നിൽക്കുന്നു. നല്ല പ്ലെയറെ കിട്ടുമോ നോക്കാം. ഓ വരുന്നുണ്ട്. കോർണിയോൺ, ഇംഗ്ലീഷ്, റൈറ്റ് വിങ്, ആർസണൽ. ഇല്ല സോറി ഫോർ ദാറ്റ്. നവാനേറി എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് പ്ലെയറാണ്. അപ്പോൾ അവനെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ പാസിൽ പോയി. സ്റ്റാർ പാസിൽ 100 ഇത് കിട്ടും. ഓ ഒരു മഷാനും ഉണ്ട്. കളക്ടോൾ. അപ്പോൾ ഇനി വൈകുന്നേരം കൂടി വരും, പക്ഷേ വൈകുന്നേരം പാക്ക് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ബെൽ ബട്ടൺ. അപ്പോൾ ഇനി ഇവനാണ് പറയാൻ പോണത്, എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഗായ്സ്, ഞാനാണ് അവൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ നമ്മൾ ഇടാൻ പോണത് ഇന്നത്തെ വീഡിയോ പുതിയ പാക്ക് എന്താണ്ട് തുറക്കാൻ പോവാണ്, കളിക്കാൻ പോവാം. കുറേ കളികളും കളിക്കും എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ ചാനലിന് മുകളിലേക്ക് പോയി 101 തൊട്ട് 109 വരെയുണ്ട്. ഫസ്റ്റ് മാച്ച് അവനും 2 മാച്ച് ഞാനുമാണ് കളിക്കണേ. അപ്പോൾ ഫസ്റ്റ് മാച്ച് കളിച്ചോ കൂട്ടുകാരൻ. എൻ്റെ ഇറച്ചി എന്നിട്ട് കണ്ടിന്യൂ വെക്കുക, ഇത് കളിക്കും. സെക്കൻഡ് മാച്ച് ഐ ഓൾസോ വിൽ പ്ലേ. നോ ഐ പ്ലേ. ഒരു തമാശ പറഞ്ഞാട്ടോ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ ലോഡാവുന്നുണ്ട്, ഭയങ്കര പയ്യൊന്നുമുണ്ട്, നെറ്റ് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ മാച്ച് കളിക്കാൻ പോവാണ് ഗായ്സ്. ഓ ഓ ചക്കൻ ഫസ്റ്റ് തന്നെ പിള്ള ഹംസിക്കിന് കൊടുത്തേക്കും. തൂറാം. Oh my god, that not it. ഉണ്ടോ പാസ് ത്രൂ ഗോൾ ടച്ച് ഗോൾ. അപ്പോൾ ഗായ്സ്, ഗോൾ അടിച്ചിരിക്കുന്നു. ഫസ്റ്റത്തെ ഗോൾ അടിച്ചേക്കുന്നു ഷെർക്കിയാണ് അടിച്ചേക്കണേ. ഇതാണ് 1 ബില്യൺ ഷെർക്കി. എനിക്ക് കിട്ടിയത് 265 മില്യൻ്റെ ആണ്. അത് കാരണം ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഷാർട്ട്സ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു. തുറാം. ഓ അവൻ രണ്ടാമത്തെ ഗോൾ അടിക്കാൻ തോന്നുന്നുണ്ട്. ഓ അവൻ രണ്ടാമത്തെ ഗോളും അടിച്ചേക്കുന്നു.
എൻ്റെ ഫ്രണ്ട് പിന്നെ അവനുണ്ട് OVR 95 ചക്കൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവൻ നന്നായി കളിക്കാൻ അറിയാം. അതാണ് ഇതിലത്തെ മെയിൻ പ്രത്യേകത. അടുത്ത 2 മാച്ച് ഞാനാണ് കളിക്കണേ. കയറ്റി പാസ് ആരില്ല. ഓടി. ഹായ് ഗായ്സ്. പ്രോബ്ലം. റോണ്ടിഗർ. അയ്യോ ആ പേര് മതി കണ്ടില്ല. വെറുതെ ടാക്കിൾ ചെയ്യല്ലേ. എടുത്തില്ല. വാട്ട് ഹാപ്പൻ ഇൻ ദിസ്? ഒരു ഓടിയും പെട്ടെന്ന് ഡിഫെൻസ് പ്ലീസ്. പാസ് ഓടിക്കേറിക്കോ. ത്രൂ വേണ്ട. ഷൂട്ട്. ഓ ഗോളല്ല, ഗോളി സേവ്ഡ്. ഓ മൈ ഗോഡ്. ഷേ 84 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇപ്പം 85 സെക്കൻഡ്. കളി അവൻ ജയിച്ചെന്ന് ഉറപ്പിച്ച് സമയമെത്തി. അപ്പോൾ ഹംസിങ് കയറ്റി കൊണ്ടുപോയി. അയ്യോ വാട്ട് എ ഗോൾ ബൈ ഹംസിങ്. ഇങ്ങനത്തെ ഗോളൊക്കെ അടിക്കാൻ പറ്റും. ഇത് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ. പിന്നെ OVR കുറവാണെങ്കിലും ഞങ്ങളെ കണ്ടുപിടിച്ചിട്ടാണ് അവൻ നന്നായി കളിക്കണേ. ചെക്കന് ഭയങ്കര കൺട്രോളിങ് ഒക്കെ ആണ് FC-യിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓഫ് സൈഡാ. ഇനി 4ാമത്തെ ഗോൾ കൂടി ഞാൻ അടിക്കാൻ പോകുന്നു. സെക്കൻഡും കൂടി മതി. അതടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുമായിരിക്കും. കംപ്ലീറ്റഡ് അവർ ഗെയിം. 2 കളി ഞാൻ കളിക്കാൻ പോകുന്നു. എന്നിട്ട് പാക്ക് തുറക്കുന്നത് നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ തന്നെയാണ്. അവന് ഭയങ്കര ലക്കാന്ന് പറഞ്ഞ് നേരത്തെ കണ്ടില്ലേ 96 തൊട്ട് 109 കിട്ടിയിട്ടും അല്ല, എന്നിട്ട് 101ൻ്റെ പ്ലെയറെ കിട്ടിയെന്നുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. 101 തൊട്ട് 107 വരെയാണ്. കണ്ടിന്യൂ. കളിക്കാൻ പോകുന്ന അടുത്ത കളി. അയ്യോ അപ്പൊ ഗൈസ് നമ്മൾ എൻ്റെ കൂട്ടുകാരനാണ് അടുത്ത് കളിക്കാൻ പോണത്. അവൻ ഞാൻ തന്നെയാണ് കളിക്കാൻ പോണേ. അപ്പോൾ അവൻ നല്ലോണം കളിക്കും. അവന് നല്ല കൺട്രോൾ ഉണ്ട് ഫിഫയിൽ, അല്ല ഈ ഗെയിമിൽ. അപ്പോൾ എന്നെക്കാൾ ബെറ്റർ ആയിട്ട് അവൻ കളിക്കാറുണ്ട്. അവന് FC-ന് പറയണത് ഫിഫ എന്നാണ്. അതങ്ങനെ അവന് ചെറുതായിട്ടിങ്ങനെയാണ്. അവൻ പണ്ട് അവൻ്റെ ചേട്ടൻ FC കളിച്ചിട്ടുണ്ട്. അതിൽ ഫിഫ എന്നായിരുന്നല്ലോ. അത് കാരണമാണ് അവൻ അങ്ങനെ പറയണത്. FC മൊബൈൽ. അപ്പോൾ ഇവൻ FC മൊബൈൽ കളിക്കും. ബെറ്ററായിട്ട് നമ്മളെക്കാൾ ബെറ്ററായിട്ട് കളിക്കും. അപ്പോൾ ഇവൻ ആദ്യത്തെ കളിക്കാൻ നമ്മളെ കണ്ടെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരുടെ ഒപ്പം ഞാൻ കളിക്കാനായിട്ടില്ല. ഞാൻ ആകെ ഒരു നൂബാ. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ എല്ലാവരും ഗോൾ ഓടിയ മോള്. നോട്ട് എ ഗോൾ. ഗോൾ ഓടോ സൈഡ്. 31-ാം മിനിറ്റും അവർ കൊന്നു. നമുക്ക് 0. അത് നമ്മുടെ പ്രശ്നമല്ല. തന്നെ കളി എടുത്തപ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണ് ഓൾറെഡി എല്ലാത്തിലും. ഇപ്പോൾ ഫ്രീക്ക് കിട്ടിയേക്കുന്നു. അവർ ഒരു ലോങ് ഡ്രൈവ് നമുക്ക് തന്നെ കിട്ടിയ ഒരു ഇതാണത്. അതങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ലോങ് അടിക്കുകയാണെങ്കിൽ, ഗോൾ പോസ്റ്റിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മൾക്ക് തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ഇവനും അവരൊക്കെ ചിലവരൊക്കെ ഇല്ലേ പാസ് ഇട്ടാണ് കൂടുതലും കളിക്കുക. പക്ഷെ ഞാൻ മാത്രം ഒറ്റയാണ്. അത് പറഞ്ഞിട്ട് ഇല്ലല്ലോ. എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് അവരും ഒറ്റയ്ക്ക് തന്നെ ഒറ്റ കുത്താണ് കളിക്കണതെന്നാണ്. അപ്പോൾ തുറാം ഗോൾ. എന്റെ കൂട്ടുകാരൻ ഇതാ ഒന്നേ ശ്രമാക്കിയിരിക്കണോ. തൂറാം ഇതാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഷെർക്കി കിട്ടി. ഷെർക്കി പാസ്. Oh my God,
അയ്യോ പാസ് അറിയാതെ അറിയാതെ നിൽക്കിപ്പോയി. അപ്പോൾ ഇനി ഞങ്ങൾ ഈ കളി കഴിയണവരെ ഒന്നും പറയില്ല. അപ്പോൾ രണ്ടാമത്തെ ഗോൾ ദൂരം പിടിച്ചേക്കുന്നു. ഞങ്ങൾ ഇനി മിണ്ടാൻ നിൽക്കണം. അപ്പോൾ ഈ കളി കഴിയണ വരെ ഞങ്ങളിങ്ങനെ നിൽക്കും. Also first half finished. ഇനി നമ്മൾ ഒരു ഗോൾ അല്ല 2 ഗോൾ അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഉണ്ടുള്ളൂ സംസാരിക്കുന്നത്. ഓക്കെ, റെഡി സ്റ്റഡി ഗോ. എന്തായാലും കളി കഴിയാറായി. അപ്പോൾ ഒന്ന് നമുക്ക് ലോങ് ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ നിന്ന് പറ്റില്ല. ഡിഫെൻസ് ചെയ്തേക്കുന്നു. അപ്പോൾ ഗൈസ് കളി കഴിഞ്ഞിരിക്കണം. കളി കഴിയണുള്ളൂ. ഇനി 3 മിനിറ്റ് കൂടി ഉണ്ട്. 3 മിനിറ്റ് അല്ല, സെക്കൻഡാണ്. സോറി. ഗോൾ! സെർഗിന്റെ വാട്ടർ ഗോൾ ബൈ ട്രിവെല്ലിയാണോ അത്? നോക്കട്ടെ. We can check that goal. കാണാൻ പറ്റില്ല. ട്രിവെല്ലിയാന്ന് തോന്നി. അപ്പോൾ കളി കഴിഞ്ഞേക്കും 3-1. സെമി ഫൈനലാണ് നമ്മൾ ജയിച്ചത്. അതിന് ഫൈനൽ ഞാൻ തന്നെയാണ് കളിക്കണേ. സെമി ഫൈനൽ ഐ വിൽ പ്ലേ. സെമി ഫൈനൽ കഴിഞ്ഞു.
അപ്പോൾ കളിക്കാൻ പോകുന്ന സെക്കൻഡ് മാച്ച് തൂറാം. അപ്പോൾ തൂറാമിനെ നമ്മളെ കൊണ്ട് ഗോൾ അടിപ്പിക്കണമെന്നുണ്ട്. അവൻ ലോങ് ഷോട്ട് പെടയാം. അവൻ നന്നായി അടിച്ചിട്ടുണ്ട് എൻ്റെ ഇതിൽ അവൻ മാത്രം നന്നായി അടിച്ചേക്കണേ. ഓ തൂറാം ഫസ്റ്റത്തെ ഗോൾ തന്നെ അടിച്ചേക്കുന്നു. 12ാമത്തെ സെക്കൻഡിൽ തന്നെ തൂറാമിൻ്റെ ആദ്യത്തെ ഗോൾ. 2-1 ഇപ്പോഴത്തെ ശ്രമമല്ല, ഒരു ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ ശ്രമം. ഗായ്സ് ഇത് നമ്മൾ നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്ക് തുറക്കാം. 101 to 109 വരെയാണ്. വലിയ കാര്യം ഉണ്ടാവില്ലേക്കും, അങ്ങനെ തോന്നുന്നത്. 3 പാക്ക്. എന്ത് ഫൗൾ? നമ്മുടെ ഫൗൾ. അപ്പം നമ്മൾ ഇന്നത്തെ കളി തുടങ്ങി കുറേ. ഇപ്പം നമ്മൾ 17 സെക്കൻഡ് ആയി. പെനാൾട്ടി പോസ്റ്റിന്റെ അവിടെ നിന്ന് അടിക്കുന്നില്ലേ ഒരു തോന്നില്ല അത്. പക്ഷെ അത് കാര്യം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്കിന് വീലും ഗോളായില്ല. ലക്കിന് ഗോളാവും. ഫൗൾ നമ്മുടെയാണ്. നമ്മളെ ഫൗൾ. അപ്പോൾ ഇതാണ് വേണ്ടായിക്കിനെ വെട്ടിക്കാൻ നല്ല പാടട്ടെ. എങ്ങനെയും കളിച്ച് ജയിക്കാൻ. വേണ്ടായിക്കിന് അറിയില്ലേ? ഇതിലത്തെ വേണ്ടായിക്ക് അതന്നെയാണ്. പക്ഷെ ഉയർ കുറച്ചതായിരുന്നു ഈ വേണ്ടായിക്ക്. പക്ഷെ കളിയൊക്കെ 107 വേണ്ടായിക്ക് തന്നെയാണ് ടൈപ്പ്. നമുക്കൊരു ഗോളും കൂടി ഹാട്രിക് അടിക്കാം. ഒരു ഗോളും കൂടി അടിക്കാം. നമുക്ക് നോക്കാം പറ്റുമെന്നറിയില്ല. ജസ്റ്റ് മിസ് ഫോർ ദ ടൂർ. റോബർട്ട്സൺ വെട്ടിച്ച് വേണ്ടായിക്കിനെ വെട്ടിക്കാൻ പറ്റുമെന്നറിയില്ല. മൈ ഗോഡ്. നമുക്ക് പിള്ളോനെ കൊണ്ടൊരു ഗോൾ അടിച്ച് നോക്കാം. പറ്റുമെന്നറിയില്ല. പറ്റാൻ സാധ്യതയുണ്ട്. അതിന് ഭയങ്കര ഓട്ടം ഉണ്ട്. പിന്നെ പക്ഷെ കൺട്രോളിങ് കിട്ടാൻ ഭയങ്കര പാടാ. അതിന് സ്പീഡ് കൂടുതലാണ്. സ്പീഡ് ഗിവ് ടു പിള്ളോന് കൊടുക്കാം. നോക്കാം. പിർലോ ദാറ്റ് വിൽ ഗോ. ഷൂട്ട് ഔട്ട് ഓഫ് ബോക്സ്. റെഡ് കാർഡ്. സോറി ഫോർ ദാറ്റ്. പിർലോ ഗെറ്റ് റെഡ് കാർഡ്. Oh my god. My gosh. What will do what? Can do nothing. 107 player goes. First half കഴിഞ്ഞു. അങ്ങനെ 2-2 ശ്രമനില. ഇനി ഒരു ഗോൾ കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാം. നമ്മുടെ കൂട്ടുകാരൻ പേക്കോർന്ന് ലക്ക് ഇന്നലെ എനിക്ക് വിത്തിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ഇതിലാണ് അവന് ഞാൻ പേക്കോർക്കാൻ കൊടുക്കുന്നത് തന്നെ. നല്ല പ്ലെയറെ കിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് കളിക്കാൻ പോണു ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നെറ്റ് പോയിന്നുണ്ട്. നെറ്റ് സ്ലോയാ. വൈ വാട്ട് ഹാപ്പൻഡ് റാ? ഹാഫ് ടൈം വിളിക്കും. അയ്യോ ഫോൺ ഓഫായി പോയാ. അയ്യോ സോറി, ഫോൺ അറിയാതെ ഓഫായി പോയി. ഇതാ റിസ്യൂം ഗെയിം അറിയാതെ പറ്റിപ്പോയി. ഗൈസ് കളി തുടങ്ങിയിരിക്കണം ഗൈസ്. ഇത് നല്ല മിനിറ്റ്. എന്താ പറ്റണത് ഗൈസ്? നമ്മൾ കളിച്ചിട്ടില്ല. എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് ഗൈസ് ഫസ്റ്റ് ഹാഫ് ഞാൻ തോന്നുന്നത്. ഞങ്ങൾ ഈ കളി കഴിഞ്ഞിട്ട് വെക്കാം. അപ്പോൾ
കളി കഴിയുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ കളി ജയിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കൂട്ടുകാരൻ പാക്ക് ഉറക്കാൻ പോകുന്നു. ഡിന്നർസിന് തുറന്നോളൂ ഫ്രണ്ട് തുറന്നേക്കുന്നു. അപ്പോൾ ആരെ കിട്ടാ? ഓ പാക്ക് ഏതാണ്? ഫ്രാൻസ് റൈറ്റ് വിങ്. ഓ മൈ ഗോഡ്, oh my god, what happened bro? എന്താണ് ഇപ്പൊ പറ്റിയേ? ശേളോ ചാൻസും കൂടി മതിയായിരുന്നു ഗൈസ്. അപ്പം അടുത്ത ബാക്ക് ഓർക്കാം. ഇനി പാക്ക് ഇല്ല, സോ സോറി ഫോർ ദാറ്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു 200 ഷാർട്ട്സ് അല്ല 200 ജെയിംസും കൂടി കിട്ടിയ നമുക്ക് വേണമെങ്കിൽ ഒരു പാക്കും കൂടി തുറക്കാം. അതിന് എവിടെ നിന്നാ കിട്ടാന്നാണ് നമ്മൾ നോക്കാം കൂടുതൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പാക്കും കൂടി നമുക്ക് തുറക്കാം. ഏതാന്ന് ഞാൻ പറയാം. നമുക്ക് ഇതും പിന്നെ ദിവനെയും കൊടുത്ത് 2000 ഇത് മേടിച്ചിട്ട് നമ്മൾ നേരെ ഈ 2000 പാക്ക് ചെയ്ത് നിർത്തിട്ട് നമ്മൾ പോയിട്ട് ഈ ലംബോർഡിനെ നമ്മൾ 5 ഷർട്ട്സ് ആണ് അവനെ 10 ഷർട്ട്സാണ്. ഓ 300 സംതിങ് ഷർട്ട്സ് ഇപ്പോൾ എൻ്റെ അയക്കുന്നു. നമ്മൾ ഒരു 1250 ആക്കുകയാണെങ്കിൽ ലിലിയൻ തുളാം ഓർ വാൻ ബാസ്റ്റൻ. ഞാൻ എടുക്കുന്നത് വാൻ ബാസ്റ്റനെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ വാൻ ബാസ്റ്റൻ 9 ബില്യണാണ്, ലിലിയന് 8 ബില്യണും. അപ്പോൾ കൂടുതൽ വാൻ ബാസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നതും വാൻ ബാസ്റ്റനെയാണ്. അപ്പോൾ ഗൈസ് പാക്ക് ഓർക്കാൻ പോകണം ഗൈസ്. നമ്മൾ അല്ല പാക്ക് ഓർക്കാൻ പോകുന്നതല്ല, പക്ഷെ പാക്ക് തന്നെ ഓർക്കാൻ പോണേ. നമ്മൾ ലക്കിസ്റ്റ് മാനാണ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ട് നേരെ 364 ജെംസേ ആകെ നമ്മുടെ കയ്യിലുള്ളു. അത് കാരണം എങ്ങനെയെങ്കിലും 3000 അല്ലെങ്കിൽ 2500 ആക്കിയിട്ട് നമുക്കൊരു പാക്കും കൂടി തുറക്കണം. അപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് പോയി ഈ 12000 ഇതായി. നല്ലത് പറഞ്ഞാൽ കിട്ടണം. ലക്ക് ഉണ്ടെങ്കിൽ നല്ലത് കിട്ടും, അല്ലെങ്കിൽ അതാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രീ ആണ്. 5 ഇത് കിട്ടിയാൽ നമുക്ക് 10 ആവും. അപ്പോൾ നമ്മൾ തുറക്കാൻ പോകണം. നമ്മൾ അതിൽ നിന്ന് പോയി നമ്മൾ ഇതാണ് തുറക്കാൻ പോണേ. 102 to 109 വരെയുള്ള 12000 എക്സ്ട്രാ ടൈം ടോക്കണും ഉണ്ട്. അപ്പോൾ നമ്മൾ തുറക്കാൻ പോകുന്നു. 10 9 8 7 6 5 4 3 2 1 നെക്കിക്കോ. യെസ്, അവൻ നെക്കിക്കുന്നു. നല്ലൊരു പ്ലെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ അതിർത്തേക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റേ വേക്ക് ഓർക്കാൻ പോകുന്നു. ഓ മൈ ഗോഡ്, ഫസ്റ്റ് അറ്റംപ്റ്റ് സോറി ഫോർ ദാറ്റ്, ഐ ഡിഡ്ന്റ് ക്ലൈം. അപ്പം നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 105 പ്ലെയറിന് കിട്ടി. ബാക്കി പക്ഷെ അത് ഞാൻ എടുത്തില്ല. അതിന് പകരം ഞാൻ ഇതാണ് ടോക്കൺ എടുത്തത്. ഈ ടോക്കൺ എടുത്ത് അപ്പോൾ നമുക്ക് മറ്റേ പാക്ക് തുറക്കാം. അതിൽ നിന്ന് ജെയിംസ് ഇട്ടാണെങ്കിൽ നമുക്ക് പാക്കും തുറക്കാം. അത് കാരണമാണ് അത് ഞാൻ എടുത്തത് തന്നെ. പാക്ക് നീ തന്നെ തുറക്കുള്ളൂ. എക്സ്ട്രാ ടൈമിക്ക് എക്സ്ട്രാ ടൈം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ടൈമിക്ക് പോയി. നല്ല പ്ലെയർ കിട്ടാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ആൻഡ് ലൈക്ക് ഷെയർ കമൻറ്റ്. അപ്പോൾ നമ്മൾ കളി തീരാൻ കുറച്ചുകൂടി നേരം. അപ്പോൾ നമുക്ക് നേരെ പോയിക്കാം. അപ്പോൾ നമ്മൾ 10,000 ഒരു മഷാനോ അല്ലെങ്കിൽ 100 to 109 അല്ലെങ്കിൽ 10,000 ജെയിംസ്. എനിക്ക് വേണ്ടത് 10,000 ജെയിംസാണ്. അപ്പോൾ ഇതാ തുറന്നോളി, ഇതുമ്പോൾ നെക്കിക്കോളി. യെസ്, ഓ ചക്ക യെസ്, ഭയങ്കര ഇതായിട്ട് തന്നെ നെക്കി. ഗായ്സ് അപ്പോൾ തുറന്നേക്കുന്നു. നല്ലൊരു പ്ലീസ് ഗീവ് മീ 10,000 ജെയിംസ്.
I got it. 10,000 gems. അപ്പോൾ നമ്മൾ 10,000 എടുത്ത് പാക്ക് ഉറക്കാൻ പോകുന്നു. Oh my gosh. But I have Luckiest man in the world. No more. അപ്പോൾ പാക്ക് ഉറക്കാൻ പോകുന്നു. 3K gem pack ആണ്. അതും ഞാൻ തന്നെ തുറക്കാൻ പോണേ guys. ആ ഇതൊരു ഞാൻ ഒന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞതാ. അപ്പോൾ നേരെ തുറക്കാൻ പോണേ guys. കുറെ മെസ്സേജ് നമ്മൾ സ്റ്റോറി പാക്ക് തുറക്കാൻ പോകുന്നു. പക്ഷേ ഒരു പ്രശ്നം കൂടി ഉണ്ട്. FC കോയിൻ ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 മില്യൺ. അപ്പോൾ 3K gem pack നമ്മുടെ ആവനുമാണ് അല്ല എൻ്റെ ഫ്രണ്ടാണ് തുറക്കാൻ പോണേ. ഇത് നെക്കിക്കുന്നു. പ്ലീസ് ഗീവ് മീ വാൻ ബാസ്റ്റൻ ഓർ ലിലിയൻ ടൂറ. അപ്പോൾ ഫസ്റ്റത്തെ 1 2 3 അല്ല ഇത് വെറുതെ കേട്ടോ വെറുതെ. അപ്പോൾ അടുത്തതാണ് ശരിക്കത്തെ ബാക്ക്. അപ്പോൾ വരട്ടെ. 3 2 1 നിൽക്കിക്കോ. അപ്പോൾ പാക്ക് കുറഞ്ഞേക്ക് ആരാണ്? പ്ലീസ് ഗീവ് മീ ഗുഡ് ഡച്ച്. ഓക്കെ നല്ലൊരു പ്ലെയർ. എന്താണിത് guys very bad. ആ എന്ത് ബാഡാണ് ഇത്. നമുക്ക് വേറൊരു പാക്ക് 2500ൻ്റെ പാക്ക് ഓർക്കാം. ഇന്ന് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ പാക്ക് ഓർന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓർക്കാൻ പോണേ. തുറന്നോളി. ഫസ്റ്റത്തെ പൊട്ട പാക്കാണ്. അടുത്തതാണ് ശരിക്കത്തെ നല്ല പാക്ക്. ത്രീ ടു വൺ. അപ്പോൾ തുറന്നേക്കുന്നു നല്ലൊരു വാട്ട് ഹീറ്റ് പ്ലെയർ. അപ്പോൾ നമ്മളൊന്നും കൂടി തുറക്കാൻ പോകുന്നു. എന്തോ ലൈഫ് നേരത്തെ ഭയങ്കര ബാഡാണ്. അപ്പോൾ ഫസ്റ്റത്തെ അവൻ തുറന്നു കഴിഞ്ഞു. ഇനി സെക്കൻഡാണ്. പ്ലീസ് ഗിവ് മീ ഗുഡ് പ്ലേ. ഗോട്ട് 3 2 1. ആ വന്നേക്കുന്നു. 1 or 2 അർജന്റീന ആടാറുളി. അപ്പോൾ ഒരു പാക്കും കൂടി നമ്മൾ തുറക്കാൻ പോകുന്നു. എന്നാലും എന്താണ് ഇത്ര ഒരു നല്ല പ്ലെയർ എന്താ തരാത്ത? വൈ ഗീവ് മീ വാൻ ബാസ്റ്റൻ ഓർ ലിലിയൻ ടൂറ. നെക്കിക്കോ. 3 2 1. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓ വന്നേക്കുന്നു. ഫ്രാൻസ് റൈറ്റ് ബാക്ക് റൈറ്റ് വിങ്. What we can exchange? നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. എക്സ്ചേഞ്ച് ഇറ്റ്. ആ എൻ്റെ പ്ലേസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം എല്ലാത്തിനെയും. പൊട്ട പ്ലേസിനൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഭയങ്കര ഇതായിപ്പോയി, ഫ്ലോപ്പായി പോയി. നാളെ നമുക്ക് നോക്കാം ബാക്കി പാക്ക്. നാളെ ചിലപ്പോൾ ഇവൻ വരുമോന്ന് അറിയില്ല. നാളെ പിന്നെ ജെയിംസ് പാക്കുകൾ കുറവായിരിക്കും. 1 അല്ലെങ്കിൽ 0 പാക്കായിരിക്കും നാളെ. പിന്നെ വൈകുന്നേരം ഉണ്ട്. വൈകുന്നേരം നമ്മൾ ഇനിയും ഫുള്ളും രാവിലെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. സോ സോറി ഫോർ ദാറ്റ്. ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണത് ഞാൻ തന്നെയാണ്. എക്സ്ചേഞ്ച് ആരും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്യും. 5 10 10 10 10 45 ഷാർട്ട്സാണ് നമുക്ക് ഇന്ന് കിട്ടണേ. അപ്പോൾ നമുക്ക് എത്ര ഷാർട്ട്സ് ആയിരുന്നു നോക്കാം. നേരെ പോയി നമുക്കൊരു സോറി 960 എന്താ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ബൈ 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 ബൈ, സീ യു.